അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരന്തങ്ങളും രോഗങ്ങളും കടങ്ങളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരാണല്ലോ നാമൊക്കെയും. ഓരോ വീഡിയോക്കുള്ള കമന്റ് ബോക്സ് തുറന്നു നോക്കുമ്പോൾ, ഓരോ കമന്റുകൾ വായിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. നൂറുകണക്കായ വിഷമങ്ങളാണ് ഓരോ ദിവസവും കമന്റിലൂടെ എഴുതി അറിയിക്കുന്നത്. ദുആ ചെയ്യണേ ഉസ്താദെ, ഒരു മാർഗവുമില്ല. ദുആ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം. ദിക്റുകൾ ചൊല്ലി, ദുആകൾ നടത്തി, സ്വലാത്തുകൾ ചൊല്ലി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്താൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട്. നാം ചൊല്ലുന്ന ദിക്റുകൾ, നാം ചൊല്ലുന്ന സ്വലാത്തുകൾ, നാം നടത്തുന്ന ദുആകൾ ഇഖ്ലാസോടുകൂടെ ആയാൽ, ആത്മാർത്ഥതയോടുകൂടെ ചെയ്താലാണ് നമുക്കതിൽ ഫലം കിട്ടുന്നത്. നമ്മുടെ പ്രയാസങ്ങൾ മാറി ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ ഒരുപാട് ആത്മീയ വഴികളുണ്ട്. നൂറുകണക്കായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രതിസന്ധികൾ നീക്കിത്തരുന്ന ഒരു അത്ഭുത സ്വലാത്തുണ്ട്. നമുക്കൊക്കെയും അറിയുന്ന, കാണാതെ അറിയുന്ന ഒരു സ്വലാത്താണ്. പക്ഷേ നമ്മുടെ കൂട്ടത്തിലെ അധിക ആളുകളും അത് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന മഹത്വങ്ങൾ എന്താണ്, അത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ്, അധിക ആളുകളും അതിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് അത് ചൊല്ലാത്തത്. നാരിയത്ത് സ്വലാത്ത് അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല. വലിയ അത്ഭുതമാണ്, വലിയ പവറുള്ള സ്വലാത്താണ്. എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും, എത്ര വലിയ വിഷമമുണ്ടെങ്കിലും നിമിഷ നേരം കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റിയ അത്ഭുത സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. മഹാനായ അല്ലാമ ഖുർത്തുബി തങ്ങൾ സ്വലാത്തുൻ നാരിയുടെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതായി കാണാം. വഖാലൽ ഇമാമുൽ ഖുർത്തുബി റഹിമഹുല്ലാഹ് മൻ ദാവമ അലാ ഹാദിഹി സ്വലാത്ത്, ആരെങ്കിലും നാരിയത്ത് സ്വലാത്ത് പതിവാക്കിയാൽ കുല്ല യൗമിൻ, എല്ലാ ദിവസവും 41 മറ, 41 പ്രാവശ്യം, ഔ മിഅ, അല്ലെങ്കിൽ 100 വട്ടം, ഔ സിയാദ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ആരെങ്കിലും പതിവാക്കി പോന്നാൽ ഫറജല്ലാഹു അമ്മ, അവന്റെ എത്ര വലിയ വിഷമമുണ്ടെങ്കിലും അല്ലാഹു അത് തീർത്തു കൊടുക്കും. വഗമ്മു, അവന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും മാറ്റിക്കൊടുക്കും. വകശഫ കർബുഹു വളുറ, അവന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കും, നീക്കിക്കൊടുക്കും. എത്ര വലിയ വിഷമമാണെങ്കിലും ഇത് എല്ലാ ദിവസവും പതിവാക്കണം. എന്നിട്ട് മഹാനവരുകളെ നമ്മെ പഠിപ്പിക്കുന്നു, കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരും. ഒരു കാര്യം പെട്ടെന്ന് നേടിയെടുക്കാൻ, പൂർത്തിയാകാൻ വേണ്ടി ചൊല്ലിയാൽ അല്ലാഹു പൂർത്തിയാക്കി തരും. അവന്റെ അവസ്ഥകൾ അല്ലാഹു നന്നാക്കി കൊടുക്കും. അവന്റെ റിസ്ക് അല്ലാഹു വിശാലമാക്കി കൊടുക്കും. ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകൂല, ഐശ്വര്യമുള്ളൊരു ജീവിതമുണ്ടാകും. ഖൈറാത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കും. നാരിയത്ത് സ്വലാത്ത് പതിവാക്കുന്നവർ എവിടെ പോയാലും വിജയിക്കും. എല്ലാ ഖൈറിന്റെ വഴികൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും, തുറന്നു കൊടുക്കും. വഅമിനഹു മിൻ ഹവാദിസിദ് ദഹർ, അതുപോലെ തന്നെ ആഫാത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടും. അതേപോലെ തന്നെ മഹബ്ബതൻ ഫിൽ ഖുലൂബ്, ജനങ്ങളുടെ ഹൃദയത്തിൽ മഹബത്ത് കൊടുക്കും. നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നവരെ ആളുകൾ സ്നേഹിക്കും. അല്ലാഹുവിനോട് നാരിയത്ത് സ്വലാത്ത് ചൊല്ലി എന്ത് ചോദിച്ചാലും ഖൈറായ ദുനിയാവിലെ ഖൈർ, ആഖിറത്തിലെ ഖൈർ ചോദിച്ചാൽ അല്ലാഹു പെട്ടെന്ന് നൽകും. വലാ തഹ്സുൽ ഹാദിഹിൽ ഫായിദ ഇല്ലാ ബിശർത്തിൽ മുദാവമ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമുക്ക് കിട്ടാൻ നാം ചെയ്യേണ്ടത് ഇത് പതിവാക്കണം. ഒന്നുകിൽ 41 വട്ടം ദിവസവും പതിവാക്കുക, അല്ലെങ്കിൽ 100 വട്ടം പതിവാക്കുക, അല്ല അതിനേക്കാൾ കൂടുതൽ പതിവാക്കുക. എത്രയാണ് നാം ചൊല്ലുന്നത്, ആ ചൊല്ലുന്നതിന്റെ നിയ്യത്ത് നന്നാകണം. നാം ചൊല്ലുമ്പോഴുള്ള നിയ്യത്ത് നന്നാകണം.
സുബ്ഹാനഹു വതആല പതിവാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ തന്നെ ഒമൻ അറാദ തഹ്സീല അംരി മുഹിമ്മിൻ അളീം, ഒരു മുഖ്യമായ പ്രധാനപ്പെട്ട ഒരു കാര്യം നേടിയെടുക്കാൻ ഒരാള് അത് ഉദ്ദേശിച്ച് ചൊല്ലിയാൽ, അല്ലെങ്കിൽ ബലാ നീങ്ങാൻ, എന്തെങ്കിലും വിഷമം നീങ്ങാൻ, രോഗം മാറാൻ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങനെ കരുതുമ്പോൾ ഈ സ്വലാത്ത് ചൊല്ലണം. തങ്ങളിലേക്ക് തവസ്സുലാക്കി ദുആ ചെയ്യണം. 4444 വട്ടം നാരിയത്ത് സ്വലാത്ത് ഒരു കാര്യം നേടിയെടുക്കാൻ, ഒരു വിഷമം നീങ്ങാൻ, എന്തെങ്കിലും അവൻ അകപ്പെട്ട രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, രോഗശമനത്തിന് വേണ്ടി 4444 വട്ടം ചൊല്ലിയാൽ അവന്റെ ഉദ്ദേശം എന്താണോ അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കും. അവന്റെ നിയ്യത്ത് എന്താണോ അവന് കരുതിയത്, ആ കരുതിയത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. പോലെ ഈ അത്ഭുതം നിറഞ്ഞ സ്വലാത്താണ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ചെറിയ സ്വലാത്ത് മഹത്വങ്ങളെമ്പാടും പറയാനുണ്ട്. ഇത്ര മാത്രമല്ല, എത്ര മഹത്വമാണ് ഈ സ്വലാത്തിനുള്ളത്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 41 വട്ടം ഈ സ്വലാത്ത് പതിവാക്കിയാൽ അവന്റെ മുറാദ് അല്ലാഹു ഹാസിലാക്കി കൊടുക്കും. എത്ര അനുഭവങ്ങൾ പറയാനുണ്ട്, എത്ര ഫലങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാരിയത്ത് സ്വലാത്ത് മുറുകെ പിടിക്കുക. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല് നാം അത് അധികരിപ്പിക്കുക. എല്ലാ ദിവസവും ചുരുങ്ങിയത് 41 വട്ടം ചൊല്ലുക. അതിനും കഴിയുന്നില്ലെങ്കിൽ ഒരു 3 വട്ടമെങ്കിലും നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ, എല്ലാ വിഷമങ്ങളും മാറ്റി തരട്ടെ, എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകട്ടെ, എല്ലാ കുടുക്കിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ മനസ്സിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ, അതൊക്കെയും അല്ലാഹു നാരിയത്ത് സ്വലാത്തിന്റെ ഹഖ് ബർക്കത്തുകൊണ്ട് എല്ലാം മാറ്റി തരട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ആഫാത്ത് മുസീബത്തുകളിൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഹിഫ്ള് നൽകട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.